ഹായ് ഹലോ ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ദ യെല്ലോ അംബർല എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ചെയ്ത വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ഇമാജിൻ വൺ ഡേ ദ യെല്ലോ അംബർല സ്പോക്ക് ടു ജോസഫ്. നിങ്ങൾ വിചാരിക്കുക, ഒരു ദിവസം ആ യെല്ലോ അംബർല ജോസഫുമായിട്ട് സംസാരിച്ചു. ഐ എം റെഡി ടു ടേക്ക് യു എനിവേർ യു ഹാഡ് ലൈക്ക് ടു ഗോ. അവനോട് പറയാണ്, ഞാൻ തയ്യാറാണ്, നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോകാൻ ഞാൻ റെഡിയാണ്. വേർ ഡു യു തിങ്ക് ഹീ വുഡ് വാണ്ട് ടു ഗോ. എവിടെയൊക്കെ ആയിരിക്കും അവൻ പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കുക? ഇവിടെ ഹി മൈറ്റ് ചൂസ് ടു ഗോ ബാക്ക് ടു ദ റെയിനി ഡേ വെൻ he and his father walked to the orphanage. He might wish to visit the country or city of his father's origin, wherever that may be. He might prefer to visit a bustling, colorful carnival or fair. He might go for a travel to a calm and attractive beach at sunset. അല്ലേ, ഇത്രയും സ്ഥലങ്ങളൊക്കെ അവൻ പോകുന്ന സ്ഥലങ്ങളാണ് അല്ലേ. അവൻ്റെ മഴയുള്ള ദിവസം അവൻ്റെ അച്ഛൻ നടന്ന ആ ഒരു ഓർഫണേജിലേക്ക് നടന്ന സ്ഥലത്തേക്ക് മഴ കൊണ്ട് പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ അവൻ്റെ അച്ഛൻ്റെ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർണിവലോ ഫെയർ ഉത്സവങ്ങൾ നടക്കുന്ന അങ്ങോട്ട് പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ അട്രാക്റ്റീവായിട്ടുള്ള ബീച്ചിലും സൺസെറ്റ് കാണാനൊക്കെ അവൻ യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ക്യാൻ യു ഡെവലപ്പ് എ സ്റ്റോറി യൂസിങ് എനി വൺ ഓഫ് ദ പ്ലോട്ട്സ് ഗിവൺ ബിലോ. ഈ ഏതെങ്കിലും ഒരു പ്ലോട്ട്സ് വെച്ചിട്ട് നിങ്ങളോട് ഒരു സ്റ്റോറി ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡെവലപ്പ് ചെയ്യാൻ, വിശദീകരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാം എന്നുള്ളത്, ആൻസേഴ്സ് എങ്ങനെ എഴുതാം എന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് റീഡ് ചെയ്തിട്ട് വേണം റൈറ്റ് ചെയ്ത് എഴുതാൻ. അവിടെ എഴുതാനുള്ള സ്ഥലമൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ എഴുതാമെന്ന്. ദ യെല്ലോ അംബർലാസ് അല്ലേ, ഒരു ഹെഡിങ് വേണം. ഒരു സ്റ്റോറി എഴുതുമ്പോൾ, ഒരു കഥ എഴുതുമ്പോൾ ആദ്യം വേണ്ട എന്താണ്? ഒരു ഹെഡിങ് ആണ്, ഒരു തലക്കെട്ട്. ദ യെല്ലോ അംബർലാസ് ജേണി എന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? മഞ്ഞക്കുടയുടെ യാത്ര. വൺ റെയിനി ഈവനിങ്, ഒരു മഴയുള്ള ദിവസം, ഈവനിങ് വൈകുന്നേരം. ജോസഫ് സാറ്റ് ഹോൾഡിങ് ഹിസ് യെല്ലോ അംബർല വെൻ ഇറ്റ് സഡൻലി സ്പോക്ക്. ഐ ക്യാൻ ടേക്ക് യു എനിവേർ യു ഹാഡ് ലൈക്ക് ടു ഗോ. വേർ ഷാൽ വി ഗോ. അല്ലേ, കൊട അവനോട് പറയാണ്, ഞാൻ നിന്നെ എങ്ങോട്ട് വേണേലും കൊണ്ടുപോകാം, എങ്ങോട്ടാണ് പോകേണ്ടത്? ജോസഫ് റിപ്ലൈഡ്, ജോസഫ് എന്താ പറഞ്ഞത്? ടേക്ക് മീ ബാക്ക് ടു ദ ഡേ മൈ ഫാദർ ലെഫ്റ്റ് മീ അറ്റ് ദ ഓർഫണേജ്. എന്നെ എൻ്റെ ഫാദർ അല്ലെ ഓർഫണേജിലേക്ക് കൊണ്ടുവന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ കഴിയുമോ? ഇൻ എ ഫ്ലാഷ് ദ അംബർല ടുക്ക് ഹിം ടു ദാറ്റ് റെയിനി ഡേ. ജോസഫ് സോ ഹിസ് യങ്ങർ സെൽഫ് വാക്കിംഗ് വിത്ത് ഹിസ് ഫാദർ ഹോൾഡിംഗ് ദ യെല്ലോ അംബർല. He listened as his father knelt down and said, I will come back for you, my boy. Keep this umbrella. It will protect you until I return. Joseph felt tears in his eyes but also peace in his heart. He realized his father left him out of love and hope for better future. Back in the present, Joseph smiled. Thank you, yellow umbrella, he said. I will wait for my father, just he asked. ഈ സ്റ്റോറിയുടെ ഒരു മോറൽ വേണം അല്ലേ, ഇതിൽ നിന്നും പഠിച്ച ഒരു ഗുണപാഠം വേണം. എന്താണത് മോറൽ? ലവ് ആൻഡ് ഹോപ്പ് ക്യാൻ ഗീവ് അസ് സ്ട്രെങ്ത് ഈവൻ ഇൻ ദോ ടൈംസ്. രണ്ടാമത്തെ ആക്ടിവിറ്റി. ഹിയർ ഈസ് എ ലെറ്റർ ജോസഫ് റോട്ട് ടു ഹിസ് ഫാദർ ബട്ട് ഓൺലി ദ ഇനീഷ്യൽ പാർട്ട് ഈസ് ഗിവൺ. ട്രൈ ടു കംപ്ലീറ്റ് ഇറ്റ്. അല്ല, ഇവിടെ ഒരു കത്താണ്, ജോസഫ് അവൻ്റെ അച്ഛൻക്ക് എഴുതുന്ന ഒരു കത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ എന്താണ്, അതിൻ്റെ ഇനീഷ്യൽ ആദ്യത്തെ ഭാഗം മാത്രമേ അതിൽ ഉള്ളൂ. അപ്പോൾ നിങ്ങളോടത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഒരു കത്ത് എഴുതുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഉണ്ട് അല്ലേ, അച്ഛൻ എഴുതുന്ന കത്താണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മേഴ്സി ഹോം XYZ സ്ട്രീറ്റ് എന്ന് തന്നിട്ടുണ്ട്, ഡേറ്റും തന്നിട്ടുണ്ട്. ആ ഡേറ്റ് എഴുതണം എന്ന് പറഞ്ഞിട്ട് ഡിയർ ഡാഡ് എന്താണ്, ഒരു അഭിസംബോധന അല്ല. ഡിയർ ഡാഡ്, ഹോപ്പ് യു ആർ ഫൈൻ വേർ എവർ യു ആർ. നീ സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു എവിടെയാണെങ്കിലും.
It is be a long time since we get together. I miss you a lot, Dad. I remember a rainy day when we walked under a big yellow umbrella. അല്ലേ, ഒരു കത്തിൻ്റെ ഫോർമാറ്റ് ഫസ്റ്റ് എഴുതുമ്പോൾ നമ്മൾ എന്താണ് സുഖവിവരങ്ങളെ അന്വേഷണങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് ഫസ്റ്റ് പാരഗ്രാഫ് എഴുതൽ. അല്ല, രണ്ടാമത്തതിൽ നമ്മൾ കണ്ടൻറ്റ് ഉൾപ്പെടുത്തണം. എന്താണ് നമുക്ക് അറിയിക്കാനുള്ളത് ആ കാര്യം രണ്ടാമത്തെ പാരഗ്രാഫിൽ ഉൾപ്പെടുത്തണം. പിന്നെ ലാസ്റ്റ് പാരഗ്രാഫായിട്ട് എന്ത് ചെയ്യണം, കൺക്ലൂഷനാണ് അല്ലേ, ഒരു അവസാനം ആയിട്ടാണ് ഒരു പാരഗ്രാഫ് എഴുതേണ്ടത്. അങ്ങനെ ലാസ്റ്റ് ലവ് എന്ന് പറഞ്ഞ് പേരെഴുതുക. ഇതാണ് ഒരു കത്തിൻ്റെ ഫോർമാറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് അല്ലേ, വിശേഷങ്ങൾ അന്വേഷിച്ചിട്ടുള്ള ഒരു പാരഗ്രാഫ് മാത്രമാണ് തന്നിട്ടുള്ളത്. അവിടെ ഡേറ്റ് നിങ്ങൾക്ക് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇനി ബാക്കിയുള്ള 2 പാരഗ്രാഫും കൂടെ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ജോസഫ് അവൻ്റെ അച്ഛൻക്ക് എഴുതുന്ന കത്താണിത്. അപ്പോൾ എല്ലാവരും കത്തിൻ്റെ ഫോർമാറ്റൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഏതൊരു സബ്ജക്റ്റ് നിങ്ങൾക്ക് തന്നാലും കത്ത് എഴുതാൻ ഈ ഫോർമാറ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, ആ സബ്ജക്റ്റും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിലൂടെ കത്ത് എഴുതാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റത്തത് വിശേഷങ്ങൾ അന്വേഷിക്കുക. പിന്നെ രണ്ടാമത്തെ എന്താണ്, നമുക്ക് എന്താണോ തന്നിട്ടുള്ളത്, എന്ത് സബ്ജക്റ്റ് എന്ത് വിഷയമാണോ തന്നിട്ടുള്ളത് ആ ഒരു കണ്ടൻറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം. ഇറ്റ് കെപ്റ്റ് us a dry as we walked to the orphanage and I felt safe with you. I didn't know at the time that you would leave me there. I know now that you did it because you thought it was the best for me. അല്ല, അച്ഛനോട് പറയാണ്, നീ ഓർഫണേജിൽ എന്നെ എത്തിച്ച് പോയപ്പോൾ എനിക്കൊരുപാട് സങ്കടം തോന്നി. പക്ഷേ എനിക്കറിയാം ഞാനിവിടെ സേഫാണ് എന്നുള്ളത്. ഇത് എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നെ അച്ഛൻ ഇവിടെ ആക്കിയത് എന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്ന് പറയാണ്. എവറി ടൈം ഇറ്റ് റെയിൻസ്, എല്ലാ സമയത്തും മഴ വരുമ്പോൾ ഐ തിങ്ക് ഓഫ് ദാറ്റ് ഡേ, ഞാൻ ആ ദിവസത്തെക്കുറിച്ച് ഓർക്കും. ആൻഡ് ദ യെല്ലോ അംബ്രല്ല ഓൾവേസ് റിമൈൻഡ് മീ ഓഫ് യു, ആ മഞ്ഞക്കൂടെ എപ്പോഴും അച്ഛനെ എന്നെ ഓർമ്മപ്പെടുത്തും. ഐ വിഷ് ഐ കുഡ് ബി വിത്ത് യു എഗെയിൻ ബട്ട് ഐ ക്യാരി ദ മെമ്മറി ഓഫ് ദാറ്റ് മൊമെൻറ്റ് വിത്ത് മീ എവറി ഡേ. ഐ ഹോപ്പ് യു ആർ സേഫ് ആൻഡ് ഐ ഹോപ്പ് വി ക്യാൻ സീ ഈച്ച് അതർ എഗെയിൻ വൺ ഡേ. ലവ്, ജോസഫ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കത്ത് എഴുതുന്ന ഫോർമാറ്റ്. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ്, ഹിയർ ഈസ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജോസഫ് ആൻഡ് ഹിസ് ഫ്രണ്ട് ഗെർലാൻഡ് ഇൻ ദ റെഫ്യൂജി ക്യാമ്പ്. അല്ലേ, ഒരു ക്യാമ്പിൽ ജോസഫും അവൻ്റെ ഫ്രണ്ടും കൂടി ഇരുന്ന് നടത്തുന്ന ഒരു കോൺവെർസേഷൻ, സംഭാഷണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട്സ് ഇൻ എ ഡിസ്റ്റൻറ്റ് ലാൻഡ്. ജോസഫ്, Gerland, being in this camp is really though, especially for us kids. Gerland, yes, I miss my mom and dad a lot. Joseph, I know how you feel. My dad had to leave me here and I haven't seen him since. Gerland, that's terrible. Joseph, but you know that, Gerland, we can be like a family here and take care of each other. Gerland, you are right, Joseph. Friends can be like family too. Joseph and Gerland, the school here is not like what it used to be. It's not easy to learn. Gerland, I noticed that too. It is very crowded and noisy. Joseph, but we can't give up on learning. Education is important for our future. Gerland, I like that idea, Joseph. Let's help each other learn and get smarter. Joseph, great. We can be steady buddies. അല്ലേ, അപ്പോൾ എന്താണ്, ജോസഫും അവൻ്റെ ഫ്രണ്ടും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എന്താണ്, അവരിവിടെ ഒറ്റപ്പെട്ടു. പക്ഷെ എന്താണ്, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് അവർ പറയുന്നത് അല്ലേ. നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം അല്ലേ. ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മളെ ഫ്യൂച്ചർ എന്താവും, നല്ലതാവുള്ളൂ. ഇനി എന്താണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ അവർ ആ ക്യാമ്പിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് അല്ലേ. റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ ഹാർഡ്ഷിപ്പ് ഫേസ്ഡ് ബൈ ചിൽഡ്രൻ റെഫ്യൂജീസ്. എ ഫ്യൂ ഹിൻസ് ആർ ഗിവൺ ബിലോ. ഹാർഡ്ഷിപ്പ് ഫേസ്ഡ് ബൈ ചൈൽഡ് റെഫ്യൂജീസ് അല്ലേ. എന്താണ്, ഇങ്ങനെയുള്ള ക്യാമ്പിൽ കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ഹാർഡ്ഷിപ്പ് ഫേസ്ഡ് അല്ലേ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ലാക്ക് ഓഫ് ഷെൽട്ടർ, ഹങ്കർ, പിന്നെ എന്തൊക്കെയോ വരും,
സെപ്പറേഷൻ ഫ്രം ഫാമിലി അല്ലേ, ഫാമിലിയിൽ നിന്നുള്ള വിട്ട് നിൽക്കൽ, ലിമിറ്റഡ് എഡ്യൂക്കേഷൻ അല്ലേ, വിദ്യാഭ്യാസത്തിനൊരു പരിധിയുണ്ട്, അൺസേഫ് കണ്ടീഷൻ അല്ലേ, ഹെൽത്ത് പ്രോബ്ലംസ്, ഇമോഷണൽ ട്രോമ അല്ലേ, ഇതൊക്കെ നേരിടേണ്ടി വരും കുട്ടികൾ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ കുട്ടികൾ ഇങ്ങനെയുള്ള ക്യാമ്പിൽ അനുഭവിക്കുന്നതാണ്. ഇനി അടുത്തത് എന്താണ്? നാലാമത്തത്, ഹിയർ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഹിലാരിയോസ് സിസ്റ്റർ ആൻഡ് ജോസഫ് വെൻ ദി സ്റ്റാർട്ടഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ടോയ്സ്. ലെറ്റ്സ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. അപ്പോൾ ഹിലാരിയോസ് സിസ്റ്ററും ജോസഫും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഹിലാരിയോ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, ഹലോ വാട്ട് ഷുഡ് ഐ കോൾ യു? എന്താണ് ഞാൻ നിന്നെ വിളിക്കേണ്ടത്? ജോസഫ്, ഐ എം ജോസഫ്. പറയും, ഞാൻ ജോസഫ് ആണ്. ഹിലാരിയോ സിസ്റ്റർ, ജോസഫ് വൈ ആർ യു നോട്ട് പ്ലേയിങ് വിത്ത് ദ അതർ ചിൽഡ്രൻ? നീ എന്താ മറ്റു കുട്ടികളുമായി കളിക്കാത്തത്? ഡോണ്ട് യു ലൈക്ക് ടോയ്സ്? നിനക്ക് ഈ കളിപ്പാട്ടമൊന്നും ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ഹിലാരിയോ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗമാണ് കോൺവെർസേഷൻ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നീട് എന്താ ചോദിക്കുക? ജോസഫ്, യെസ് ബട്ട് ഐ ഡോണ്ട് വാണ്ട് എനി ഓഫ് ദീസ് ടോയ്സ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് ഈ ഒരു ടോയ്സ് ഒന്നും അല്ല വേണ്ടത്. ഹിലാരിയോ സിസ്റ്റർ, ഓ ഈസ് ദർ സംതിങ് എൽസ് യു ഹാഡ് ലൈക്ക് ഇൻസ്റ്റെഡ്? ജോസഫ്, യെസ് ഐ നീഡ് എ യെല്ലോ അംബ്രല്ല. ഹിലാരിയോ സിസ്റ്റർ, യെല്ലോ അംബ്രല്ല, ദാറ്റ്സ് അൺയൂഷ്വൽ. വാട്ട് ദ റീസൺ ബിഹൈൻഡ് യു നീഡ്? അല്ലേ, ഹിലാരിയോ സിസ്റ്ററോട് എനിക്കൊരു യെല്ലോ അംബ്രല്ലയാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യമാണല്ലോ. എന്താണ് ആ യെല്ലോ അംബ്രല്ല വേണം എന്നുള്ളതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജോസഫ് പറയാം, ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് മൈ ഫാദർ. അത് എൻ്റെ അച്ഛനെ എന്നെ ഓർമ്മിപ്പിക്കും. ദ ലാസ്റ്റ് ടൈം ഐ സോ ഹിം, ഞാൻ എൻ്റെ അച്ഛനെ അവസാനമായിട്ട് കാണുമ്പോൾ ഹി വാസ് ഹോൾഡിങ് എ യെല്ലോ അംബ്രല്ല. അദ്ദേഹം ഒരു യെല്ലോ അംബ്രല്ല പിടിച്ച് പോകുന്നതാണ് ഞാൻ കണ്ടത്. ഹിലാരിയോ സിസ്റ്റർ, ഓക്കെ ജോസഫ്, ഐ വിൽ അറേഞ്ച് ഇറ്റ്. ഓക്കെ, ഞാൻ നിനക്ക് അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് ആ കോൺവെർസേഷൻ അവിടെ അവസാനിക്കുകയാണ്. അടുത്തത് നോക്കാം. ഇനി അഞ്ചാമത്തത്, പ്രിപ്പയർ സം സ്ലോഗൻസ് ആൻഡ് മെസ്സേജ് ഇറ്റ് ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് റെഫ്യൂജി ഡേ. അല്ലേ, ഈ വേൾഡ് റെഫ്യൂജി ഡേയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് സ്ലോഗൻസും മെസ്സേജൊക്കെ ഉണ്ടാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് അല്ലേ, ഹെൽപ്പ് റെഫ്യൂജീസ്, വി കാൺട്ട് അബാൻഡൻ ദം അല്ലേ, പിക്ചേഴ്സൊക്കെ വരച്ചിട്ട് ജൂൺ 20 വേൾഡ് റെഫ്യൂജീസ് ഡേ ആണ്. അപ്പോൾ ഇതുപോലുള്ള സ്ലോഗൻസും മെസ്സേജൊക്കെ എഴുതാനാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത്. താഴെ 2 ബോക്സ് ആയിട്ട് തന്നിട്ടുണ്ട്, മെസ്സേജസും സ്ലോഗൻസും. ലെറ്റ്സ് ബി കൈൻഡ് ടു പീപ്പിൾ ഹൂ ഹാഡ് ടു ലീവ് ദെയർ ഹോംസ്, മെസ്സേജാണ് അല്ലേ. സ്ലോഗൻസ്, സ്റ്റാൻഡ് വിത്ത് റെഫ്യൂജി, എംബ്രൈസ്, എംപവർ, ഇൻക്ലൂഡ്. ഇതുപോലുള്ള മെസ്സേജസും സ്ലോഗൻസും എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. മെസ്സേജസ് എന്തൊക്കെ കൊടുക്കാം? റെഫ്യൂജീസ് ആർ പീപ്പിൾ ജസ്റ്റ് ലൈക്ക് അസ് സീക്കിംഗ് സേഫ്ലി ആൻഡ് ബെറ്റർ ലൈഫ്. ലെറ്റ്സ് ഓപ്പൺ അവർ ഹേർട്സ് ആൻഡ് ഹാൻഡ്സ് ടു ദോസ് ഇൻ നീഡ്. മൂന്നാമത്തത്, കൈൻഡ്നെസ് ആൻഡ് സപ്പോർട്ട് ക്യാൻ മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ് ഫോർ റെഫ്യൂജീസ്. ഫോർത്ത് വൺ, വേൾഡ് റെഫ്യൂജി ഡേ റിമൈൻഡ്സ് us to show care and solidarity. Fifth one, we are stronger when we stand together with those in need. ഇനി സ്ലോഗൻസ് നോക്കാം. സ്ലോഗൻസ്, എവറി റെഫ്യൂജീസ് ഡിസേർവ് എ ഹോം, ഹോപ്പ് നോസ് നോ ബോർഡേഴ്സ്, ടുഗദർ ഫോർ എ ബെറ്റർ ടുമോറോ, കമ്പാഷൻ ഹാസ് നോ ബൗണ്ടറീസ്, സ്റ്റാൻഡ് വിത്ത് റെഫ്യൂജീസ്, സ്റ്റാൻഡ് ഫോർ ഹ്യൂമാനിറ്റി. ഇതിൽ തന്നെ ബി ആയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സ്ലോഗൻസ് ആൻഡ് മെസ്സേജ് യു പ്രിപ്പയർഡ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ഈ മെസ്സേജും സ്ലോഗൻസും വെച്ചിട്ട് ഡിസൈൻ എ പോസ്റ്റർ ഫോർ വേൾഡ് റെഫ്യൂജി ഡേയ്സ്. അല്ല, ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് വേൾഡ് റെഫ്യൂജി ഡേയ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ആക്ടിവിറ്റീസ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.